കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 70-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു: ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു. ദൈവമേ, എൻ്റെ അടുക്കൽ വേഗം വരേണമേ. നീ തന്നെ എൻ്റെ സഹായവും എന്നെ വിടുവിക്കുന്നവനും ആകുന്നു. യഹോവേ, താമസിക്കരുതേ എന്ന് പറയുന്നു. എൻ്റെ പ്രിയ ദൈവമക്കളെ, ദാവീദ് രാജാവ് ഒരു രാജാവായിരുന്നിട്ടും ദൈവസന്നിധിയിൽ പാടുന്നൊരു പാട്ടാണ്: ഞാൻ ദരിദ്രനും എളിയവനുമാകുന്നു, എന്നെ സഹായിക്കുവാൻ വരുന്നു എന്ന്. അപ്പോഴൊരു രാജാവ് ദരിദ്രനാണോ, തനിക്കൊന്നുമില്ലയോ എന്ന് നാം നോക്കുമ്പോൾ, എൻ്റെ പ്രിയ ദൈവമക്കളെ, എന്ത് തന്നെ ഉണ്ടെങ്കിലും ഒരു വിശ്വാസത്തിൽ നാം എപ്പോഴും ദാരിദ്ര്യമുള്ളവരാണ്. കാര്യമെന്ന് പറഞ്ഞാൽ, ഒരു കഷ്ടത വരുമ്പോൾ, ഒരു നഷ്ടം വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു മരണം വരുമ്പോൾ, നമുക്ക് ഇരിക്കുന്ന എല്ലാ വിശ്വാസവും നമ്മെ അറിയാതെ തന്നെ നമ്മിൽ നിന്ന് ചോർന്നു പോകുന്നത് നമുക്ക് അറിയാൻ സാധിക്കും. കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇത്ര നിലവിളിച്ചു, ഇത്ര ഞാൻ സങ്കടപ്പെട്ടു, പക്ഷേ എനിക്കൊന്നും നടന്നില്ലല്ലോ എന്ന് വിചാരിക്കുമ്പോൾ നമ്മെ തന്നെ അറിയാതെ നാം ഒരു ദാരിദ്ര്യപ്പെട്ടവരെ പോലെ നമ്മുടെ സകലവിധ ആരോഗ്യം നഷ്ടപ്പെട്ടവരായി നാം ഇരിക്കാറുണ്ട്. എൻ്റെ പ്രിയ ദൈവമക്കൾ, ആ സമയത്ത് നമുക്ക് പണം കൊണ്ടോ അല്ലെങ്കിൽ നമ്മെ സഹായിക്കുന്ന ഒരു ആൾ അടുത്തുണ്ടെങ്കിലോ നമുക്ക് ആ ഒരു ദാരിദ്ര്യം മാറ്റുവാൻ കഴിയുകയില്ല. പക്ഷെ കർത്താവിനെ കൊണ്ടേ അത് കഴിയുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മുടെ കഷ്ടസമയത്തും പ്രയാസ സമയത്തും നമ്മെ സഹായിക്കുവാൻ കഴിവുള്ള ആ യഹോവയുടെ ആ മാർബിൽ ചാരുവാൻ നാം മറക്കരുത്. ഇവിടെ പറയുന്നത്: നീ തന്നെ എൻ്റെ സഹായവും എന്നെ വിടുവിക്കുന്നവനും ആകുന്നു. യഹോവയെ, താമസിക്കരുത് എന്ന്. എൻ്റെ പ്രിയ ദൈവമക്കളെ, കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൂടെ പോകുമ്പോൾ നമ്മുടെ കഷ്ടതകൾ അടുത്ത ഒരാളോട് പറഞ്ഞ് നാം ഒന്ന് ആശ്വാസം പ്രാപിക്കാം എന്ന് വിചാരിച്ചാൽ അത് അല്പസമയമുള്ളൂ. പക്ഷേ നാം കർത്താവിനെ വിളിച്ച് അവൻ്റെ മാർബിടത്തിൽ വീഴുകയാണെങ്കിൽ നിർബന്ധമായി ഒരു നല്ലൊരു ആശ്വാസം തരുവാൻ ദൈവം മതിയായവനാകുന്നു. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗസ്ഥ പിതാവേ, കർത്താവെ, മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് കർത്താവെ, മാറാത്ത ഒരു സ്നേഹം തരുവാൻ അപ്പനെ കൊണ്ടേ കഴിയുമപ്പ. നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, കണ്ണുനീരുകൾ മധ്യയിൽ നാം ചില സമയങ്ങൾ ദാരിദ്ര്യം അനുഭവിച്ചു പോകുന്നു. ഒരു സ്നേഹം കിട്ടാതുള്ള ദാരിദ്ര്യം, മനസ്സമാധാനം കിട്ടാതുള്ള ഒരു ദാരിദ്ര്യം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ഞങ്ങളെ സഹായിക്കുവാനും നമുക്കായി തുണ നിൽപ്പാനും നീ അല്ലാതെ ആരുമില്ലെന്ന് ഞങ്ങൾ അറിഞ്ഞ് നിൻ്റെ സന്നിധിയിൽ വരുന്നു കർത്താവേ. കണ്ണുനീരോട് ആരൊക്കെ ഈ സമയത്ത് കർത്താവെ തങ്ങളുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുവാൻ നിവർത്തിയില്ലാതെ കർത്താവെ ഓരോ ദിവസവും എണ്ണി കഴിച്ചു തീർക്കുന്ന ഈ പൈതങ്ങൾ അപ്പൻ്റെ കരങ്ങൾ തരുന്ന കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവേ നീ അത്രയും താമസിക്കാതെ വന്നൊരു സമാധാനവും സന്തോഷവും പരിപൂർണമായി നൽകി സ്വർഗരാജ്യത്തിന് നേരായി വരെ കരം പിടിച്ച് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലത് നന്മയ്ക്കായി നടത്തുവാൻ കഴിവുള്ള യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.